ഇൻട്രൊഡക്ഷൻ ടു സി പ്രോഗ്രാമിംഗിന്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓപ്പറേറ്റേഴ്സ് ഇൻ സിയെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്നേ ഉള്ള ഒരു വീഡിയോയിലെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നും ഓപ്പറേഷൻ എന്താണെന്നും ഓപ്പറാൻഡ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അറിഞ്ഞൂടാത്തവർ ആ മുന്നേ ഉള്ള വീഡിയോ നോക്കുക. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു ലാംഗ്വേജ് എടുത്താലും ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ഫംഗ്ഷനിൽ എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സിമ്പിളിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ ഒരു സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ അഡിഷൻ ഓപ്പറേറ്റർ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് നമുക്കറിയാം. അഡിഷന് പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യും, സബ്ട്രാക്ഷന് മൈനസ് സിമ്പിൾ യൂസ് ചെയ്യും. അങ്ങനെ കുറെ സിമ്പിൾസ് ഉണ്ട്. അപ്പൊ ഈ സിമ്പിൾ അല്ല, ഇപ്പൊ അഡിഷൻ എന്നുള്ള സിമ്പിൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ. അപ്പൊ 2+3 എന്ന് കൊടുത്താൽ 2ഉം 3യും ആഡ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് പ്ലസ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓപ്പറേഷനിൽ ഓപ്പറാൻഡുകൾ തമ്മിൽ എന്ത് റിലേഷൻ ആണുള്ളത്, അല്ലെങ്കിൽ ഓപ്പറാൻഡിൽ എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഐഡിയ തരുന്ന ഒരു സിമ്പിളിനെ പറയുന്നതാണ് ഓപ്പറേറ്റർ. അപ്പൊ സി ലാംഗ്വേജിൽ ഓപ്പറേറ്റർ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Operator is a symbol that tells the compiler to perform specific mathematical or logical function. അപ്പോൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിന് മാത്രമല്ല ലോജിക്കൽ ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാം. ലോജിക്കൽ ഫംഗ്ഷൻസ് എന്താണെന്നും അതുപോലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളിൽ പറയാം. ഓപ്പറേറ്റർ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് മെയിൻലി 7 ആയിട്ട് സി ലാംഗ്വേജ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സി ലാംഗ്വേജിലും C++ലും ഓപ്പറേറ്റേഴ്സ് ഈ ഹെഡിങ് സെയിം തന്നെയാണ്. C++ ലാംഗ്വേജിലും 7 ആയിട്ട് തന്നെയാണ്, ഈ സെയിം ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഓപ്പറേറ്റേഴ്സിന് വരുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സിനെ മെയിൻലി 7 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, സെക്കൻഡ് വൺ റിലേഷണൽ ഓപ്പറേറ്റർ, തേർഡ് വൺ ലോജിക്കൽ ഓപ്പറേറ്റർ, ദെൻ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ദെൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ ആൻഡ് ഫൈനലി സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഈ ഓരോ ഓപ്പറേറ്ററിലേക്കും അതിന്റെ ഡെഫിനിഷനും കൂടുതൽ എക്സാമ്പിളിലേക്കും നമുക്ക് അടക്കാം. അപ്പോൾ ഓപ്പറേറ്റേഴ്സിലെ ഫസ്റ്റ് വൺ ആയ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ബേസിക്കലി ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന അത്രയാണ് ഉള്ളത്. അഡിഷൻ ഓപ്പറേറ്റർ, സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, ഡിവിഷൻ ഓപ്പറേറ്റർ, മോഡുലസ് ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആൻഡ് ഫൈനലി ദ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. അപ്പോൾ അഡിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി മാത്സിൽ അഡിഷൻ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ തന്നെയാണ്. ഇപ്പോൾ 10+20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ 30 കിട്ടുന്നത്. ആ സെയിം ഓപ്പറേറ്റർ തന്നെയാണ് അഡിഷൻ ഓപ്പറേറ്റർ എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, അതും മാത്തമാറ്റിക്സിലെ രണ്ട് നമ്പേഴ്സിൽ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്. എക്സാമ്പിൾ 10 - 20 എല്ലാവർക്കും അറിയാം -10 ആണ്. തേർഡ് വൺ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, അതിന്റെ സിമ്പൽ കണ്ടാൽ നമ്മൾ സാധാരണ മാത്സിൽ യൂസ് ചെയ്യും മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്, ഇൻഡു സിമ്പൽ. ഈ സിമ്പൽ അല്ല കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കീബോർഡിൽ ഇങ്ങനെ ഒരു സിമ്പൽ ഇല്ല. അപ്പൊ ഈ സിമ്പലിന് പകരം നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഈ സിമ്പൽ, അസ്റ്ററിക് സിമ്പൽ എന്നാണ് പറയുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്. ഇപ്പൊ 10, 20 എന്നുള്ള രണ്ട് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ സാധാരണ 10 × 20 ചെയ്യുമ്പോൾ 200 കിട്ടുക. സെയിം ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെയും പെർഫോം ചെയ്യുന്നത്. ഫോർത്ത് വൺ ഡിവിഷൻ ഓപ്പറേറ്റർ. ഡിവിഷൻ വേണ്ടി നമ്മൾ സാധാരണ ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സാധാരണ നമ്മൾ മാത്സിലാണെങ്കിൽ ഡിവിഷൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഇങ്ങനെ ഒരു സിമ്പലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ 2/3 ഇങ്ങനെയൊക്കെ എഴുതാം. ഇതിന് പകരം ഈ ഒരു സ്ലാഷ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പലാണ് സ്ലാഷ് ഡിവിഷൻ ഓപ്പറേറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ 20/10 ചെയ്യുമ്പോൾ 2 കിട്ടും. നോർമൽ മാത്തമാറ്റിക്സ് ചെയ്യുന്ന സെയിം ഡിവിഷൻ തന്നെയാണ്. ഫിഫ്ത്ത് വൺ മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്ററിനെ കുറിച്ച് പ്രീവിയസ് വീഡിയോയിൽ വളരെ ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് നമ്പർ തന്നിരുന്നാൽ ആ രണ്ട് നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ, ആ റിമൈൻഡർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് മോഡുലസ് ഓപ്പറേറ്റർ. റിമൈൻഡർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നു. പെർസെന്റേജ് സിമ്പിൾ പോലെ ഇരിക്കുന്നെങ്കിലും ആ സെയിം പെർസെന്റേജ് സിമ്പിൾ തന്നെയാണ്, പക്ഷെ അതിന്റെ ഉപയോഗം വേറെയാണ്. പെർസെന്റേജ് റെപ്രസെന്റ് ചെയ്യാനല്ല. ഇതിന് 20% നല്ല വായിക്കേണ്ടത് 20 മോഡുലസ് ഓപ്പറേറ്റർ 10 എന്നാണ് വായിക്കുക. അപ്പം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 20/10 ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടുമോ ആ റിമൈൻഡർ വാല്യൂ ആയിരിക്കും മോഡുലസ് ഓപ്പറേറ്ററിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ ആണോ ഇപ്പോൾ ഒരു വേരിയബിളിൽ ഉള്ളത് ആ വേരിയബിൾ നമ്മൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വാല്യൂ 1 കൂടും. ഇറ്റ് അപ്ഡേറ്റ് ദ വാല്യൂ ബൈ 1. ഒരു വാല്യൂ മാത്രമേ കൂടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ
ഇപ്പൊ 10 പ്ലസ് 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 സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്ലസ് മാത്രമായി കഴിഞ്ഞാൽ അത് അഡിഷൻ ഓപ്പറേറ്റർ ആകും. 2 വട്ടം പ്ലസ് സിമ്പിൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെയാണ് ഡിക്രിമെന്റ് ഓപ്പറേറ്ററും 2 വട്ടം മൈനസ് സിമ്പിൾ യൂസ് ചെയ്യണം. സിംഗിൾ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡിഷനും സബ്ട്രാക്ഷനും യൂസ് ചെയ്യുന്നതാണ്. 2 തവണ അഡിഷൻ സിമ്പിൾ അല്ലെങ്കിൽ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്താൽ അതിന് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. അതുപോലെ 2 തവണ മൈനസ് സിമ്പിൾ യൂസ് ചെയ്താൽ അതിന് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ഒരു വാല്യൂവിനെ, അതിപ്പോ എന്ത് വാല്യൂ ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എ എന്നൊരു വേരിയബിൾ ഉണ്ട്, എ പ്ലസ് പ്ലസ് ചെയ്താൽ എയിൽ ഇപ്പൊ എന്താണോ ഡേറ്റ ഇരിക്കുന്നത്, എ എന്നുള്ളൊരു വേരിയബിളിനെ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എയിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം ഒന്നായിരിക്കും കൂടുന്നത്. ഒന്നിൽ കൂടുതൽ ഒന്നും കൂടത്തില്ല. പിന്നെ നമ്മൾ കൂട്ടണമെങ്കിൽ ആഡ് ചെയ്യണം, എക്സ്ട്രാ പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 10 എന്നുള്ള നമ്പർ നമ്മൾ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ 10 പ്ലസ് പ്ലസ് 2ൻ്റെ കൂടെ 1 കൂട്ടും, 11 ആയിട്ട് കിട്ടും. അതേസമയം മൈനസ് ഡിക്രിമെന്റ് ഓപ്പറേറ്ററിലാണെങ്കിൽ 1 കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 മൈനസ് മൈനസ് 10 ഡിക്രിമെന്റ് ഓപ്പറേറ്റർ പെർഫോം ചെയ്യുമ്പോൾ 10ൽ നിന്ന് 1 കുറയും, 9 ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ത് വാല്യൂ ആണോ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ കൂടെ 1 കൂട്ടാനും, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ത് വാല്യൂ ആണോ ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് 1 കുറയ്ക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സി ലാംഗ്വേജിലെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. തൊട്ട് മുന്നേ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കി. നെക്സ്റ്റ് വൺ റിലേഷണൽ ഓപ്പറേറ്റർ ആണ് നോക്കാൻ പോകുന്നത്. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി 2 വേരിയബിൾസിന് ഇടയ്ക്കുള്ള റിലേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ ആണ്. 2 വേരിയബിൾസോ അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സിനോ ഇടയ്ക്കുള്ള റിലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്ററിൽ വരുന്ന ഫസ്റ്റ് വൺ ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ, ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓപ്പറേറ്റർ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ. ഇതിലെ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, ലെസ് ദാൻ ഓപ്പറേറ്റർ, അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ നമ്മൾ നോർമൽ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന സെയിം ഓപ്പറേറ്റേഴ്സ് ആണ്. 2 ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ സിമ്പിൾ വേറെ ഉള്ളത്. ആക്ച്വലി ഈ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു എന്നുള്ള പേര് നമ്മൾ നോർമലി മാത്സ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനുപയോഗിക്കുന്ന സിമ്പിൾ വേറെയാണ്. ഇവിടെ സിമ്പിൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഐഡിയയും നമ്പറിന്റെ റെപ്രസെന്റേഷൻ അതൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ ഈക്വൽ ടു ഓപ്പറേറ്റർ. ഈക്വൽ ടു ഓപ്പറേറ്ററിന് നോർമൽ മാത്തമാറ്റിക്സ് നമ്മൾ ഈക്വൽ ടു റെപ്രസെന്റ് ചെയ്യാൻ ഒരു ഈക്വൽ സിമ്പിൾ, ഇങ്ങനെ ഒരു സിമ്പിൾ ആണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഈക്വൽ ടു ഓപ്പറേറ്ററിന് ഇതുപോലത്തെ 2 സിമ്പിൾസ് അഡ്ജസന്റ് ആയിട്ട് ഇടണം. അപ്പൊ ഇതുപോലത്തെ 2 സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഈക്വൽ ടു ഓപ്പറേറ്റർ ആയി. കീബോർഡിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട്, ഇതുപോലെ 2 സിമ്പിൾ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇപ്പൊ ഈക്വൽ ടു ഓപ്പറേറ്റർ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ എന്നുള്ള ഒരു വേരിയബിളിൽ 10 ഉണ്ട്, 10 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബി എന്നൊരു വേരിയബിളിൽ 20 സ്റ്റോർ ചെയ്തിരിക്കുന്നു നോക്കൂ. അപ്പൊ ഈക്വൽ ടു ഓപ്പറേറ്റർ ഇട്ട് നോക്കുമ്പോൾ എ ഈക്വൽ ടു ബി നമ്മളത് ചെക്ക് ചെയ്യണമെന്ന് വെക്കാം. എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എ എന്നുള്ള വേരിയബിൾ ബിക്ക് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ള റിലേഷൻ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്ററിൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. ഈ 2 ആൻസർ മാത്രമേ വരാൻ പറ്റുള്ളൂ, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ട്രൂ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ, കറക്റ്റ് ആണെങ്കിൽ ദ ആൻസർ വിൽ ബി ട്രൂ, അതർവൈസ് ദ ആൻസർ വിൽ ബി ഫോൾസ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് ഐഡിയ, ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു ബി നിങ്ങൾക്ക് നോക്കി അറിയാം. എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 10ഉം ബിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 20ഉം ആണ്. അപ്പോൾ 10 ഈക്വൽ ടു 20 എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ 20ക്ക് ഈക്വൽ ആണോ അല്ലയോ? അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ ഫോൾസ് എന്നായിരിക്കും. ഇതാണ് ഈക്വൽ ടു ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ. ഇനി സെയിം ഇത് വെച്ചിട്ടാണ് നമുക്ക് നോട്ട് ഈക്വൽ നോക്കാം. നോട്ട് ഈക്വൽ എന്ത് ചെയ്താൽ മതി? ഈ സിമ്പിൾ യൂസ് ചെയ്യണം. നോട്ട് ഈക്വൽ നമ്മൾ സാധാരണ ഈ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എക്സ്ക്ലമേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്. എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് പറയും, നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ നോർമലി എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് പറയും. ഇങ്ങനെ ഒരു സിമ്പിൾ കീബോർഡിലുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്ക്ലമേറ്ററി സിമ്പിളും ഒരു ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു വരും. നമ്മൾ മാത്തമാറ്റിക്സിൽ ഇങ്ങനെയാണ് നോട്ട് ഈക്വൽ ടു റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇതിന് പകരം കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ സി ലാംഗ്വേജിൽ ഈ 2 സിമ്പിൾസ് എക്സ്ക്ലമേറ്ററി മാർക്കും ഈക്വലും ആണ് നോട്ട് ഈക്വൽ ടു റെപ്രസെന്റ് ചെയ്യാൻ. സിയിലും C++ലും ഒക്കെ ഈ സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. C++ലെയും റിലേഷൻ ഓപ്പറേറ്റർ സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്നതിലൂടെ C++ഉം പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോട്ട് ഈക്വൽ ടു വെച്ചിട്ടുള്ള സെയിം എയിൽ 10 ഉണ്ട്, ബിയിൽ 20 ഉണ്ട്. എ നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ ഈ ഒരു ഓപ്പറേറ്ററിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ.
ഓക്കെ, അപ്പൊ എ നോട്ട് ഈക്വൽ ടു ബി എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? എയുടെ വാല്യൂ 10 അല്ലേ, ബിയുടെ വാല്യൂ 20 അല്ലേ, അപ്പൊ എപ്പോഴെങ്കിലും അത് രണ്ടും ഈക്വൽ ആവോ? ഇല്ല. അപ്പൊ ഈക്വൽ അല്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈക്വൽ അല്ല എന്ന് പറഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഈക്വൽ അല്ലല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അത്രേ ഉള്ളൂ. അടുത്ത ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ നോർമലി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എ ഗ്രേറ്റർ ദാൻ ബി, എയിൽ 10 ഉണ്ട്, ബിയിൽ 20 ഉണ്ട്. 10 ഗ്രേറ്റർ ദാൻ 20, 10 എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറും 20 വലിയ നമ്പറുമാണ്. അപ്പൊ ഒരിക്കലും 10നെ 20യെ കാട്ടി വലുതാകാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ 10 ഗ്രേറ്റർ ദാൻ 20 എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ലെസ് ദാൻ. ലെസ് ദാൻ എന്താണ് പറയുന്നത്? എ ലെസ് ദാൻ ബി, എയിൽ 10 ബിയിൽ 20 ആണ്. അപ്പൊ 10 ലെസ് ദാൻ 20, 10 ഈസ് ലെസ് ദാൻ 20, 10 20യെ കാട്ടി ചെറുതാണ്. ശരിയാണല്ലോ, 10 അല്ലേ ചെറുത്, 20 വലുതല്ലേ? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ട്രൂ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്, അപ്പൊ ട്രൂ എന്ന് വരും. നെക്സ്റ്റ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, അതായത് 10 ഐദർ 20യെ കാട്ടി ഗ്രേറ്ററോ അല്ലെങ്കിൽ 20ക്ക് ഈക്വലോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഐദർ 10 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20 ഓർ 10 ഷുഡ് ബി ഈക്വൽ ടു 20. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. 10 ഒരിക്കലും 20യെ കാട്ടി ഗ്രേറ്റർ ആകുന്നില്ല, അതുപോലെ തന്നെ 10 ഒരിക്കലും 20ക്ക് ഈക്വലും ആകുന്നില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? തെറ്റാണെങ്കിൽ എന്തായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ? ഫോൾസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ സെയിം എക്സാമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എങ്ങനെ വരാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. 10 എന്ന് പറയുന്നത് ഒന്നുകിൽ 20യെ കാട്ടി ചെറുത് അല്ലെങ്കിൽ ഈക്വൽ. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ശരിയാണോ? ലെസ് ദാൻ എന്നുള്ളത് ശരിയാണല്ല, ഈക്വലിന്റെ കാര്യം നമ്മൾ ലെസ് ദാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ട്രൂ ആയിരിക്കും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായതുകൊണ്ട്. അപ്പൊ ഇത്രയാണ് സി ലാംഗ്വേജിലെ റിലേഷണൽ ഓപ്പറേറ്ററിനുള്ളിൽ വരുന്നത്. അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ സി ലാംഗ്വേജിലെ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റേഴ്സ് ഹെഡിങ്ങിൽ വരുന്ന തേർഡ് പോർഷൻ ആണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്ററിൽ മെയിൻലി 3 ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഡിസിഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്ററിൽ വരുന്ന 3 ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, ഈ 3 എണ്ണമാണ്. ലോജിക്കൽ ആൻഡിന് യൂസ് ചെയ്യുന്ന സിമ്പല് 2 ആംബസാൻഡ് സിമ്പൽ ആണ്. നമ്മൾ സാധാരണ ആൻഡ് AND ആൻഡ് എന്നുള്ളതിന് പകരം ഷോർട്ട് ഫോം ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പൽ ആണ് ആംബസാൻഡ് സിമ്പൽ. അങ്ങനെ 2 എണ്ണം ഒരുമിച്ചിടുമ്പം ലോജിക്കൽ ആൻഡിനുള്ള സിമ്പലായി. നെക്സ്റ്റ് വൺ ലോജിക്കൽ ഓർ ആണ്. ലോജിക്കൽ ഓറിന് 2 സ്ട്രെയിറ്റ് ലൈൻസ്, അതായത് നമ്മൾ 1 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്തില്ല, 1 അല്ലാതെ ആക്ച്വലി 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇങ്ങനെ ഒരു സിമ്പൽ കീബോർഡിലുണ്ട്. അങ്ങനെ 2 എണ്ണം യൂസ് ചെയ്യുമ്പോൾ ലോജിക്കൽ ഓറിന്റെ സിമ്പലായി. തേർഡ് വൺ ലോജിക്കൽ നോട്ട് ആണ്. ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എക്സ്ക്ലമേറ്ററി സിമ്പൽ പറഞ്ഞിരുന്നില്ലേ, നോട്ട് ഈക്വൽ ടു, ആ സെയിം സിമ്പൽ ആണ്. ഇവിടെ ഈക്വൽ സിമ്പൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, എക്സ്ക്ലമേറ്ററി സിമ്പൽ. ഈ 3 എണ്ണമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഇനി ലോജിക്കൽ ഓപ്പറേറ്ററിലും തൊട്ട് മുന്നേ റിലേഷണലി പറഞ്ഞതുപോലെ തന്നെ ആൻസർ വിൽ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആൻസർ മാത്രമേ ഇതിൽ വരത്തുള്ളൂ. അപ്പൊ ലോജിക്കൽ ആൻഡിന് ഒന്നുകിൽ ആൻസർ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ലോജിക്കൽ ഓറിനും ലോജിക്കൽ നോട്ടിനും ആൻസർ വിൽ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കുന്ന എന്തിന്റെ ബേസിലാണെന്ന് വെച്ചാൽ, ലോജിക്കൽ ഓപ്പറേറ്ററിന് നമ്മൾ 2 ഓപ്പറാൻഡ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഓപ്പറേറ്റർ കൊടുക്കുമ്പോൾ 2 ഓപ്പറേറ്ററും നോൺ സീറോ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ലോജിക്കൽ ആൻഡിൽ വർക്കിങ്ങിനാണ് നടക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞ കുറച്ചുകൂടെ മനസ്സിലാവും. ഇഫ് ബോത്ത് ദ ഓപ്പറാൻഡ്സ് ആർ നോൺ സീറോ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 2 ഓപ്പറാൻഡുകളും, ഫോർ എക്സാമ്പിൾ എ ലോജിക്കൽ ആൻഡ് ബി എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എയുടെ വാല്യൂ, എയിൽ ഞാൻ ഇൻസേർട്ട് ചെയ്ത വാല്യൂ 1ഉം ബിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 0 ആണെന്ന് വയ്ക്കും. അപ്പോൾ എ ലോജിക്കൽ ആൻഡ് ബി എന്നുള്ള ഓപ്പറേഷന് ശേഷം അവിടെ ചെക്ക് ചെയ്യുന്നത് 2 ഓപ്പറാൻഡുകളും നോൺ സീറോ ആണോ എന്നുള്ളതാണ്. അപ്പൊ എയിൽ 1 അതൊരു നോൺ സീറോ ഡിജിറ്റ് ആണ്, അപ്പൊ അത് ഓക്കെ ആയി. ബിയിൽ 0 അതൊരു 0 ആണ്, നോൺ സീറോ ഡിജിറ്റ് അല്ല. അപ്പൊ ആ കണ്ടീഷൻ ട്രൂ ആയിരിക്കും ഫോൾസ് ആയിരിക്കും? ആ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും ആൻസർ വരുന്നത്. കാരണം 2ലും നോൺ സീറോ ആണെങ്കിലേ ലോജിക്കൽ ആൻഡില് ട്രൂ വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ലോജിക്കൽ ആൻഡില് ചെക്സ് ഇഫ് ബോത്ത് ദ ഓപ്പറാൻഡ്സ് ആർ നോൺ സീറോ. 2 ഓപ്പറാൻഡുകളും നോൺ സീറോ ആണെങ്കിൽ ട്രൂ എന്നായിരിക്കും ആൻസർ വരുന്നത്.
ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ A1 B0 ആണ്. 1ഉം 0 1 നോൺ സീറോ ആണ്, പക്ഷെ 0 എന്ന് പറയുന്നത് നോൺ സീറോ ഡിജിറ്റ് അല്ല. സോ അതിന്റെ ആൻസർ ഫോൾസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ ലോജിക്കൽ ഓർ. ലോജിക്കൽ ഓറിലും ഇതേപോലെ തന്നെയാണ്, രണ്ട് ഓപ്പറൻഡ് ആണ് ചെക്ക് ചെയ്യുന്നത്, പക്ഷേ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ വേറെയാണ്. ഇറ്റ് ചെക്സ് ഇഫ് എനി ഓഫ് ദ ടു ഓപ്പറാൻഡ്സ് ഈസ് നോൺ സീറോ ദെൻ ദ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ് എങ്കിലും നോൺ സീറോ ആണോ എന്ന് നോക്കും. നോൺ സീറോ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ A1ഉം B0 ആയിരുന്നില്ലേ, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നോൺ സീറോ ആണോ നോക്കി. A നോൺ സീറോ ആണ്, B അപ്പോൾ നോൺ സീറോ ആണെങ്കിൽ അല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ A or B എന്തായിരിക്കും, A or B എന്നുള്ള ഒരു ഓപ്പറേഷൻ ചെയ്ത് എന്തായിരിക്കും, Aയിൽ 1 Bയിൽ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും ഒരു നോൺ സീറോ, മറ്റേതിൽ എന്ത് ഡിജിറ്റ് ആയാലും കുഴപ്പമില്ല ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. തേർഡ് വൺ ലോജിക്കൽ നോട്ട് ആണ്. ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറാൻഡിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് ആ ഒരു സ്റ്റേറ്റിനെ, ആ ഒരു ഓപ്പറാൻഡിന്റെ ലോജിക്കൽ സ്റ്റേറ്റിനെ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ അങ്ങ് റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 1ന്റെ റിവേഴ്സ് 0, 0 റിവേഴ്സ് 1 എന്ന് പറയത്തില്ലേ, അതുപോലെ ഇതിലും റിവേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിവേഴ്സ് ദ ലോജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഇറ്റ്സ് ഓപ്പറാൻഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് to reverse the logical state of its operand. If a condition is true, then the logical not operator will make it false. അതായത് അത് എക്സാമ്പിൾ പറഞ്ഞു നോക്കിക്കോളൂ. ഓരോന്നിന്റെ എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ A എന്നൊരു വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ 1 സ്റ്റോർ ചെയ്തു, B എന്നൊരു വേരിയബിൾ 0 സ്റ്റോർ ചെയ്തു വെച്ചോ. ഫസ്റ്റ് വൺ ലോജിക്കൽ ആൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ ആൻഡിന്റെ ഓപ്പറേറ്റർ രണ്ട് ആംബർസാൻഡ് സിമ്പിൾ ആയിരുന്നു. അപ്പൊ A ആംബർസാൻഡ് B, ഇതാണ് ആംബർസാൻഡ് സിമ്പിൾ. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്താൽ Aയിൽ എന്തുണ്ട്, 1 ഉണ്ട്. അപ്പൊ 1 ആംബർസാൻഡ് Bയിൽ 0 ആണുള്ളത്. ഇതാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ എന്ത് ഫംഗ്ഷൻ എന്ത് ചെക്ക് ചെയ്യുന്നതാണ് പറയുന്നത്, ചെക്സ് ഇഫ് ബോത്ത് ദ ഓപ്പറാൻഡ്സ് ആർ നോൺ സീറോ. രണ്ട് ഓപ്പറാൻഡുകളും ഓപ്പറേറ്ററിന്റെ കൂടെ വരുന്ന നമ്പറിനെയോ വേരിയബിളിനെയോ ആണ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ രണ്ട് ഓപ്പറാൻഡും നോൺ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓപ്പറാൻഡ് നോൺ സീറോ ആണ്, പക്ഷെ രണ്ടാമത്തെ ഓപ്പറാൻഡ് നോൺ സീറോ അല്ല. നോൺ സീറോ എന്ന് വെച്ചാൽ 0 അല്ലാത്ത ഒരു ഡിജിറ്റ്, 1ഓ 2ഓ എന്താകുന്നില്ല, 0 ആകരുതെന്നേ ഉള്ളൂ. പക്ഷെ 0 ആണല്ലോ. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കണ്ടീഷൻ ഫോൾസ് അല്ലേ. അപ്പൊ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ എന്തായിരിക്കും, ഫോൾസ് ആണ് ഇതിന്റെ ആൻസർ. കാരണം 1ഉം 0ഉം ആണ് ഇവിടുത്തെ നമ്പർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോജിക്കൽ നോട്ട് ആയിരുന്നു. നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രണ്ട് പാരലൽ, നമ്മളിപ്പം മാത്സിൽ പാരലൽ ലൈൻ എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് ഫോമിൽ എഴുതാറില്ലേ, പാരലൽ ലൈൻസിനെ സൂചിപ്പിക്കുക, അതുപോലത്തെ സെയിം ലൈൻ. അപ്പൊ A ഇതിനെ വായിക്കേണ്ട ലോജിക്കൽ ഓർ എന്നാണ്. A ലോജിക്കൽ ഓർ B. ഈ ഓപ്പറേഷൻ എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്, രണ്ടിൽ ഈ ഒരു ഓപ്പറേഷൻ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ചെക്ക് ചെയ്യുന്നത് ഇഫ് എനി ഓഫ് ദ ടു ഓപ്പറാൻഡ്സ് ഈസ് നോൺ സീറോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ ദ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ഓപ്പറാൻഡെങ്കിലും നോൺ സീറോ വന്നോ, ഒന്ന് A എന്ന് പറയുന്നത് 1 ആണ്, അത് നോൺ സീറോ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ലോജിക്കൽ നോട്ട് എന്നൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാൻ A ആംബർസാൻഡ് B ചെയ്തു എന്ന് വെച്ചാൽ, അതായത് A ലോജിക്കൽ ആൻഡ് B ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് ആ ഓപ്പറേഷന്റെ നോട്ട് ഞാൻ എടുക്കുകയാണെന്ന് വെച്ചു. ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത ആൻസറിന്റെ നോട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും, ഈ ഒരു ഓപ്പറേഷന്റെ ആൻസർ റിസൾട്ട് എന്തായിരുന്നു, A ലോജിക്കൽ ആൻഡ് B. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഇതാണ് ചോദിക്കുന്നത്. വേറെ എക്സാമ്പിൾ മാറി കഴിഞ്ഞാൽ ആൻസർ മാറും. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് A ലോജിക്കൽ ആൻഡ് Bയുടെ ആൻസർ ഫോൾസ് ആയിരുന്നു അല്ലേ, ഇത് ഫോൾസ് അല്ലേ കിട്ടിയത്. ഈ ഫോൾസിന്റെ നോട്ട് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഒരു ഓപ്പറാൻഡിന്റെ റിവേഴ്സ് ആണ് ലോജിക്കൽ നോട്ടിൽ എടുക്കുന്നത് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഫോൾസിന്റെ റിവേഴ്സ്, അതായത് ഫോൾസിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ട്രൂ. അപ്പൊ മൊത്തത്തിൽ ഈ ഫുൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ എന്താണ്, ട്രൂ എന്നാണ് വരുന്നത്. കാരണം ഇതിൽ എന്ത് കിട്ടിയോ, ഈ ഒരു സംഭവത്തിൽ എന്ത് കിട്ടിയോ അതിന്റെ നേരെ റിവേഴ്സ് എടുക്കും. മൊത്തത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ ട്രൂ ആണ്. അപ്പൊ ഇത്രയാണ് ലോജിക്കൽ ഓപ്പറേറ്റർ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സി ഓപ്പറേറ്റേഴ്സിലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ ആണ്, ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് ഇപ്പൊ നോക്കിയത്. ഈ മൂന്നെണ്ണം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഡൗട്ട്സ് കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ചോദിക്കാം.
അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ മതി. ഇനി ഓപ്പറേറ്റേഴ്സിൽ ബാക്കി 4 എണ്ണം കൂടെ ഉണ്ട്. ബിറ്റ് വൈസ് അസൈൻമെന്റ്, കണ്ടീഷണൽ, സൈസ് ഓഫ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.